ഇപ്പോൾ എല്ലാ അസുഖത്തിനും ഒരു നോർമൽ സൈക്കിളിൽ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു റിസ്ക് ഫാക്ടറോ മറ്റെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അസുഖം വരുന്നതിന് മുൻപത്തെ ഫേസിൽ. അപ്പോൾ നമ്മൾ ആ ഒരു ഫേസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഫേസ് വരാതെ നോക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് ഇൻ്റർവീൻ ചെയ്തു കഴിഞ്ഞാൽ ഈ രോഗം എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകുന്നില്ല. രോഗം എന്നുള്ള അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ പിന്നെയും അത് കുറേ നാൾ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകാം. കോംപ്ലിക്കേഷൻ വന്നിട്ട് പിന്നെ ആ പേഷ്യൻ്റ് ഒരു ഹൈ ICU കെയറോ അല്ലെങ്കിൽ ആ രീതിയിൽ ഓപ്പറേഷനോ ഒക്കെ വേണ്ടി വന്നേക്കാം. പക്ഷേ നമ്മൾ ഈ ഒരു രോഗം വരുമ്പോൾ തന്നെ ഏർലി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിങ് എന്ന് പറയും. നമ്മൾ സിമ്പിളായിട്ട് 30 വയസ്സ് കഴിഞ്ഞ ഒരാളുടെ BP ഷുഗറും നോക്കി ഒരു ബോർഡർ ലൈനിലാണ് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ഫേസ് ആണെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അവർക്ക് അതിൻ്റെ കറക്റ്റ് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക. എന്നാൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്തില്ലെങ്കിൽ ഇവർ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കില്ല. ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അവർ ഹെൽത്ത് എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അസുഖത്തിലേക്ക് പോകുന്നതിനെ തടയാൻ പറ്റും. അല്ലെങ്കിൽ 2 വർഷത്തിൽ അസുഖം എത്തേണ്ട ആളെ നമ്മൾ മാക്സിമം പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി അഥവാ എന്തെങ്കിലും കാരണവശാൽ അസുഖം വന്നു, കോംപ്ലിക്കേഷൻ വന്നു, ഇതുകൊണ്ട് എങ്ങനെ ബെസ്റ്റായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് അവർക്ക് ട്രെയിനിങ് കൊടുക്കും. അപ്പോൾ ഞങ്ങൾ ശരിക്കും ഈ രോഗത്തിന് ഡിറ്റർമിനൻസ് ഉണ്ട്. ഹെൽത്തിൻ്റെ ഒരു ഡിറ്റർമിനൻസ് എന്ന് പറയുമ്പം ഫിസിക്കൽ ഡിറ്റർമിനൻ്റാണ് നമ്മൾ നോക്കുക. ലക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ. അതല്ലാതെ ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യമായിക്കോട്ടെ, എൻവയോൺമെൻറ്റൽ ഡിറ്റർമിനൻസ് ആയിക്കോട്ടെ, ഫൈനാൻഷ്യൽ. ഇപ്പം ഒരു രോഗി വരുന്നു, അവർക്ക് ഞാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു മരുന്ന് കൊടുക്കുന്നു. പക്ഷേ അവർ ഒരു സാധാരണക്കാരനാണ്, നിത്യത്തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അവർക്ക് ഈ മരുന്ന് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഒരു 3 ദിവസം കഴിഞ്ഞ് പിന്നെ നിർത്തും. പക്ഷെ അത്രയും എഫക്റ്റീവ് ഒന്നും അല്ല, അതിനേക്കാട്ടിൽ താഴെയുള്ള മരുന്നാണ്. പക്ഷേ കോസ്റ്റ് എഫക്റ്റീവാണ്. ആ വ്യക്തിക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും. ആ വ്യക്തിക്ക് ഇത് മരുന്ന് വാങ്ങിക്കാൻ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ എന്ത് പറ്റും? കംപ്ലയിൻസ് കൂടും. ഈ വ്യക്തി ആ മരുന്ന് റെഗുലറായിട്ട് കഴിക്കാൻ തുടങ്ങും, അതിൻ്റെ റിസൾട്ടും കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഈ ഹെൽത്തിൻ്റെ നോക്കുമ്പം ബെസ്റ്റ് കെയർ, ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് മാത്രമല്ല, പല ഡിറ്റർമിനൻസ് കവർ ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. ഒബ്വിയസ്ലി ഈ ഒരു കമ്മ്യൂണിറ്റി മെഡിസിൻ അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് മെഡിസിൻ്റെ കീ ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ ഇതാണ്: എല്ലാ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് നോക്കുക. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് എഡ്യൂക്കേഷൻ. കാരണം ലിറ്ററസി ഉള്ള ഒരാളെടുത്ത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പം ഇപ്പോൾ പറയുന്നല്ലോ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു ബെറ്റർ ഹെൽത്ത്, ഒരു രാജ്യത്തിൻ്റെ പോലും മൊത്തത്തിലുള്ള ഒരു ശ്രേഷ്ഠത മനസ്സിലാക്കുന്നത് ഈ ഹെൽത്ത് ഡിറ്റർമിനൻസ് വെച്ചിട്ടാണ്. മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ അല്ലെങ്കിൽ ശിശു മരണ നിരക്ക്, ഇതൊക്കെ പണ്ടത്തെ ഒരു രീതിയല്ല ഇന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ. അത് കുറയുന്നു എന്ന് പറയുമ്പോൾ ഓവറോൾ അവിടുത്തെ ഒരു വെൽബീങ് ബെറ്റർ ആവുന്നു എന്നാണ്. നോട്ട് ഓൺലി ഇൻ ഹെൽത്ത് അല്ലെങ്കിൽ മറ്റുള്ള ഏരിയാസിലെല്ലാം തന്നെ അതിൻ്റെ ഒരു ബെറ്റർമെൻറ്റ് നമുക്ക് മനസ്സിലാവും, വികസിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഡിറ്റർമിനൻസും നാടിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും.